ഗൾഫിലെ ആദ്യത്തെ ഒരു മാഗസിനായിരുന്നു ഗൾഫ് വോയിസ്. അതിൻ്റെ എഡിറ്ററായിരുന്നു ഞാൻ 84 പഠിക്കുന്ന കാലത്ത് തന്നെ അതിൻ്റെ എഡിറ്ററാണ് PG പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ PG കഴിഞ്ഞ് ഞാൻ ഒരു വർഷം ഒരു അധ്യാപന ജോലി ചെയ്തിട്ടുണ്ട് കേരള കോളേജ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തമിഴിലും ഈ ടെസ്റ്റൊക്കെ എഴുതി കേരള മോദിയിലെ കിട്ടി. 4 പ്രധാനമന്ത്രിമാരെ ഇന്റർവ്യൂ ചെയ്തു. മുംബൈയിലായിരിക്കും ഞാൻ ഫസ്റ്റിൽ ഇന്റർവ്യൂ ചെയ്ത മൊറാർജി ദേശായി. ഇതും രാജീവ് ഗാന്ധിനെ ഇന്റർവ്യൂ ചെയ്താണ് തന്നെയാണ് അത്. പിന്നെ അദ്ദേഹം രാത്രിയാണ് ഇന്റർവ്യൂ 15 മിനിറ്റ് കിട്ടി വളരെ സംസാരിക്കാൻ. അതേപോലെ അവരൊക്കെ സംബന്ധിച്ചിരുന്ന ഭാഷ എന്താ? ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ്. അതിൽ അവർക്ക് അധികം അത്ര ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത്. എനിക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് അതിന്റെ ക്രക്സിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, താങ്കളുടെ കരിയർ ആർക്കും അസൂയാവഹമായ രീതിയിൽ നോക്കിക്കാണാവുന്ന ഒരു കരിയറാണ്. അതായത് താങ്കൾ തുടങ്ങിയെടുത്തും അന്ന് തന്നെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ താങ്കളുടെ കരിയർ സ്റ്റഡി പ്രോഗ്രഷനിലുണ്ടായി, നിരന്തരമായിട്ട് ഓരോ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പോയി. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇന്ത്യയിലെ തന്നെ പ്രധാനമന്ത്രിമാർ, ഇവരൊക്കെ ആയിട്ട് ഇന്റർവ്യൂ നടത്താൻ പറ്റുന്നു, ആ അനുഭവങ്ങൾ പങ്കിടാൻ പറ്റുന്നു, അത് ലോകത്തുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അതിന് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. ഈ വിഷയം പാരറ്റോ പ്രിൻസിപ്പിളിന് ബേസ് ചെയ്തിട്ടാണ്. ഫ്രഞ്ചുകാരനായിട്ടുള്ള വിൽഫ്രെഡോ പാരറ്റോ എന്ന് പറയുന്ന ഒരാളാണ് ഈ കൺസെപ്റ്റിന്റെ 80/20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു അറിവിലേക്ക് അതും കൂടി ഞാൻ പറയാം. അതായത് ഒരു മാർക്കറ്റ് യൂണിവേഴ്സിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരു മാർക്കറ്റിൽ പുതിയതായിട്ട് കൊണ്ടുവരണം എന്ന് വെക്കാം. 10,000 ഔട്ട്, ഇപ്പോൾ ദുബായിലെ കാര്യം അല്ലെങ്കിൽ UAE കാര്യം പറയാം, അവിടെ 10,000 റീറ്റെയിൽ സ്റ്റോറുകൾ ഉണ്ടാവും. നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എല്ലാ കടയിലും കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. ഒരു FMCG പ്രോഡക്റ്റ് ആണെങ്കിൽ അത്രയും ധനം ചെലവഴിക്കേണ്ടി വരും. സമയം, ഫ്ലീറ്റ് ഓഫ് ഓപ്പറേഷൻ, മാനേജർഷിപ്പ്, സൂപ്പർവൈസറിഷിപ്പ്, അങ്ങനെ തുടങ്ങിയിട്ട് അനേകം പണം വേണ്ടി വരും. പക്ഷെ അതിന് പകരം മാർക്കറ്റിലെ UAE മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന വരുമാനത്തിന്റെ 80% 20% ഔട്ട്ലെറ്റുകളിൽ പോയി ബിസിനസ് ചെയ്താൽ കിട്ടുന്നതാണ് കണക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്, എഴുത്ത്, അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നത്, ഇതിലൊക്കെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഫാക്ടർ എനിക്കുണ്ട് എന്ന് ഞാൻ വളരെ കഴിഞ്ഞിട്ടാണ് തിരിച്ചറിഞ്ഞതെങ്കിലും അതാണ് എൻ്റെ കഴിവുകൾ. ഞാൻ മറ്റിപ്പോൾ ആർട്സ്, മറ്റ് സയൻസിലേക്കോ ടെക്നോളജിയിലേക്കോ പോയി കഴിഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്ക് സംഭവിച്ചത്. ഡിഗ്രിക്കൊക്കെ ഞാൻ ഫിസിക്സ് പഠിച്ച് ആ സമയം ശരിക്കും വേസ്റ്റ് ചെയ്യാനുണ്ടായത്. ഫിസിക്സ് മോശം സബ്ജക്റ്റ് അല്ല, ഈ ലോകത്തിനും കാലത്തിനും ആവശ്യമുള്ളതാണ്. അതിൽ റിസർച്ച് വേണം. പക്ഷെ അത് എല്ലാത്തരം ആളുകളല്ല പഠിക്കേണ്ടത്, അതിന് പറ്റിയ ആളുകൾ മാത്രം പഠിക്കണം എന്നുള്ളതാണ്. സ്കൂളിൽ പോകുന്നു 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് കഴിയുന്ന സമയത്താണ് പറയുന്നത് കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് സ്കൂളിൽ പറയാം. കാരണം അന്വേഷിച്ചപ്പോൾ കുട്ടിക്ക് A+ ഇല്ല. കുട്ടിയാണെങ്കിൽ യഥാർത്ഥത്തിൽ പല മിടുക്കുള്ള ആളാണ്. കുട്ടി സ്കൂളിലെ പ്രിഫെക്സ് ക്ലബിന്റെ ഹെഡാണ്. കഥ എഴുതും, കവിത എഴുതും, പ്രസംഗിക്കും, പ്രസന്റേഷൻ ഉണ്ടാക്കും, അങ്ങനെ പല കഴിവുള്ള ആളാണ്. പക്ഷെ പരീക്ഷ എഴുതാൻ പറ്റില്ല, കാരണം A+ ഇല്ല. അപ്പോൾ ഇതിനെന്താ പരിഹാരം അത് അവർക്കറിയില്ല. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഈ അച്ഛൻ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ കുട്ടിക്ക് ലേണിംഗ് ഡിസോർഡർ ആണുള്ളത്. കാര്യമായ പ്രശ്നമില്ല, ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി, ഒരു കൗൺസിലിംഗ് കൊടുത്താൽ മതി എന്ന് പറയുന്നു. കൗൺസിലിംഗ് കൊടുത്തു, കുട്ടി നല്ല നിലയിൽ പാസ്സായി. +2 എഴുതാൻ പറ്റി. അപ്പൊ കുട്ടി അവർ ചെയ്തത്, ഈ സൈക്കോളജിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് നടത്തുകയാണ്, സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തുകയാണ്. കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ അതെന്ന് മനസ്സിലായി, കുട്ടി ഏത് സബ്ജക്ട് എടുക്കണമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആ കുട്ടി അതിലേക്ക് വരുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന് പറഞ്ഞു, ഹ്യൂമാനിറ്റീസ് എടുത്തു. മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിന് ജോയിൻ ചെയ്തു, താങ്കളുടെ സബ്ജക്റ്റിലേക്ക് വന്നു. ഇതിനിടയ്ക്ക് ആ കുട്ടി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തു. അതിൽ വളരെ നല്ല പെർഫോമറായി, അതിൽ റീജിയണൽ പ്രസിഡന്റായി, അങ്ങനെ പല പൊസിഷനിലും വന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി ഫിലോസഫിയിൽ മാസ്റ്റർ ചെയ്തു. ഇപ്പം ആ കുട്ടി PhDക്ക് എൻറോൾ ചെയ്തിട്ടുണ്ട്. അവനൊരു കണ്ടന്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കഥ ഞാൻ പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ പറഞ്ഞ കുട്ടി എൻ്റെ മകനാണ്. അതാണ് അതിലത്തെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ 2ാമത്തെ പുസ്തകം എഴുതുന്നത്. ഇത് ആദ്യത്തെ ചാപ്റ്റർ ഇനി വായിക്കണമെന്നില്ല, ആ ചാപ്റ്ററിന്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് കഥ. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുന്നു, അഡോളസൻസിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്.
നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഇഷ്യൂ ഇല്ല. കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ യഥേഷ്ടമുണ്ട്. അത് തന്നെ ഒരു കാരണം. അപ്പോൾ അതോടുകൂടി കുട്ടികൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് അവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട്, പോകാൻ കഴിയും. അവിടെ അവർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ അതായിരുന്നില്ല സ്ഥിതി. ഗൾഫിൽ പോകാൻ അവസരം. പക്ഷെ ഇപ്പോഴും ഒരു വിഷയമുള്ളത്, നമ്മുടെ കുട്ടികൾ അധ്യാപകരെക്കാൾ മുന്നിലാണ്. കാരണം അവർ ടെക്നോളജി അവരുടെ കാര്യത്തിൽ മുന്നിലായതുകൊണ്ട്, അവർ ഡിജിറ്റൽ നേറ്റീവ്സ് ആയതുകൊണ്ട് അവർക്ക് ആക്സസിബിലിറ്റി കൂടുതലുണ്ട്. ഇപ്പോൾ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ അധ്യാപകരൊക്കെ അവരെക്കാൾ പിറകിൽ നിൽക്കുന്നു. അതിനനുസരിച്ച് അവർ അപ്ഡേറ്റ് ആകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഭാഷയുടെ കാര്യത്തിലുണ്ട്, മറ്റു ടെക്നോളജിയുടെ കാര്യത്തിലും എല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, അങ്ങനെ സാറിന് തോന്നുന്നു? നിങ്ങൾ കുട്ടികളെ ഭാഷ പഠിപ്പിക്കേണ്ടിയില്ല. ഇല്ല, കുട്ടികൾ സ്വയം ഭാഷ പഠിക്കുമ്പോൾ വളരെ ചെറിയ 1.5 വയസ്സായ കുട്ടികൾ ഇംഗ്ലീഷിൽ ഇപ്പൊ എന്ത് ചോദിച്ചാലും എന്നോട് നോ യെസ് എന്നൊക്കെ പഠിക്കുന്നത് വളരെ ചെറിയ കുട്ടികൾ. അപ്പോൾ അത് കേട്ട് പഠിക്കുന്നു. അല്ലാതെ ഫോൺ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവർക്ക് എല്ലാ സാധനവും അവർ നമുക്കറിയാത്ത സാധനങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കും. അവർ അപ്ഡേറ്റഡ്. അത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സാറ് ഇപ്പോൾ ലാൻഡ്മാർക്കിന്റെ ഇവിടെ എത്തിപ്പെട്ടത് ഒരു താമസക്കാരനും അതുപോലെ തന്നെ അസോസിയേഷൻ സെക്രട്ടറിയും അസോസിയേഷന്റെ പ്രസിഡന്റും ഒക്കെ ആയിട്ട് മാറുന്നൊരു സ്ഥിതി എങ്ങനെയാണ് ഉണ്ടായത്? വിദേശത്തായിരുന്നോ? പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ആ കഥ കേൾക്കാൻ എനിക്ക് താല്പര്യം. തമാശ. അതായത് ഞാൻ ഒരു ഫ്ലാറ്റ് ലൈഫോ അല്ലെങ്കിൽ അതിൽ അസോസിയേഷൻ സൊസൈറ്റി ഇതിലേക്കൊന്നും യാതൊരു ബന്ധമില്ലാത്തതാണ്. നാട്ടിൽ ഒരു കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു വീടും കുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഗൾഫിൽ പോയി. അപ്പോൾ അവിടെ ഫ്ലാറ്റാണ് സൊസൈറ്റി പരിപാടിയൊന്നും വല്ലാത്ത നമുക്കായിട്ട് ബന്ധപ്പെട്ടില്ല. ഇപ്പം കണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാണ് ഒരു ഫ്ലാറ്റ് എടുത്തു. അതൊരു നല്ല കാര്യം എന്താണെന്ന് എടുത്തു. അപ്പോൾ അതിൽ വളരെ കുറച്ച് ദിവസങ്ങളിൽ താമസിച്ചു. ഇതിൽ വന്നാൽ നല്ല കുടുംബമൊക്കെ തന്നെയാണ്. അവിടെ വീട് അടുത്ത് തന്നെയാണ്. കാരന്തൂർ എന്ന് പറഞ്ഞ സുഖം കുറഞ്ഞ ദൂരെയാണ്. 10 കിലോമീറ്റർ. അപ്പോ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ പ്രശ്നങ്ങളിലൊന്നും ഇടപെട്ടപ്പോ യാദൃശ്യമായ ഉണ്ടായിപ്പോയതാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു പിന്നെ സാമൂഹിക പ്രവർത്തനമുണ്ട്, വേറെ മേഖലയാണ്. അത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽഡാണിത്. അഡോളസൻസ് എന്ന് പറയുന്ന സീരീസ് ഈ കാലഘട്ടത്തിൽ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. അത് ലണ്ടനിൽ നിന്ന് ഇറങ്ങിയ ഒരു സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അത് എല്ലാത്തരം ആളുകളും, വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, അധ്യാപകർ, രക്ഷകർത്താക്കൾ, കുട്ടികളൊക്കെ അത് കണ്ടിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം ഈ കാലഘട്ടത്തിലെ അഡോളസെന്റ് ഇഷ്യൂസ് വളരെ സൂക്ഷ്മമായി അപഗ്രഥിച്ചിട്ടുള്ള ഒരു സീരീസാണ്. അതിൽ ഈ പ്രായത്തിൽ ടീനേജിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, അവർക്കുണ്ടാകുന്ന പ്രണയബന്ധങ്ങൾ, അവരുടെ മാനസികമായ വ്യാപാരങ്ങൾ മുഴുവൻ ചിത്രീകരിക്കുന്നുണ്ട്. അതിന്റെ മേലെ ഒരു കുട്ടിയെ കുത്തിക്കൊന്നിട്ട് അതിലൊരു തെറ്റുമില്ലെന്ന് കണ്ടെത്തുന്ന മാനസികാവസ്ഥയാണ് കുട്ടിയുടെ. അപ്പോ അതിലും ഈ 80/20 എന്ന് പറയുന്ന വേറൊരു റൂൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾക്ക് 80% പെൺകുട്ടികൾക്കും 20% കുട്ടികളെയാണ്, ആൺകുട്ടികളെയാണ് ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഞങ്ങളെ ഇഷ്ടമല്ല, ഞങ്ങളൊക്കെ അഗ്ലിയാണ്. അത് എടുത്തു പറയുന്നുണ്ട് അതിൽ. ഞങ്ങൾക്ക് അഗ്ലി അല്ലേ, ഞങ്ങൾ ആരും ഇഷ്ടപ്പെടാനാണ്. അപ്പോൾ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാതെ പോകുന്ന കുട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു. ഓൺലൈനിൽ അവർക്ക് മാത്രമായിട്ടൊരു സംഘം ഉണ്ടാവുന്നു. അപ്പൊ അത് പലരും നിയന്ത്രിക്കുന്നു. ഇൻസെൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു. ഇൻവോളണ്ടറി സെലിബസി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ അവർക്ക് അവരുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവുന്നു. അതിനനുസരിച്ച് അവർ പുതിയ ഒരു മാനസിക വ്യാപാരത്തിലേക്ക് പോകുന്നു. പിന്നെ അവരെന്തും ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെ തുടങ്ങി വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കപ്പെടുകയും ചർച്ച ചെയ്യുകയും വളരെ പ്രൊഫഷണലായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. എല്ലാവരും അത് കാണണമെന്നും അതനുസരിച്ച് കുട്ടികളെ ശ്രദ്ധിക്കണമെന്നും ഓരോ ചലനങ്ങളും പിറകിലും ഒരു ക്യാമറ കണ്ണുപോലെ നമ്മൾ പിന്തുടരണമെന്നും ഞാൻ പറയുകയാണ്. അതേസമയം അവരുടെ താല്പര്യങ്ങൾ, മാറി വരുന്ന ഈ കാലഘട്ടത്തിന്റെ താല്പര്യങ്ങളെ പരിഗണിക്കുകയും കൂടി വേണം. കാരണം നമ്മളെക്കാൾ, അതായത് പഴയ തലമുറയേക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അവര് ഒരു ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്.
ഡിജിറ്റൽ മൈഗ്രന്റ് ആയിട്ടുള്ള ആളുകൾ നാറ്റീവ്സിലേക്ക് എത്തുന്നതിന് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതേസമയം ഈ കുട്ടികളെ നിയന്ത്രിക്കും വേണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഗൈഡ് ഓൺ ദ സൈഡ് എന്ന് പറയുന്ന ഒരു ലെവലിലേ നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് അവരുടെ കൂടെ നിന്ന് പോകാനേ പറ്റുള്ളൂ. അതേസമയം നമ്മളത് പഠിക്കുകയും വേണം കാര്യങ്ങൾ. അപ്പൊ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലുള്ള ഈ മൈഗ്രന്റ് ആയിട്ടുള്ള ആളുകൾ ഒരു എഫേർട്ട് എടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും ആ കാര്യത്തിൽ. കാരണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളതാണ്.